ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക, ഒട്ടും തന്നെ സമയം കളയേണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വെണ്ടയ്ക്കൊക്കെ സാധാരണ അരിയുന്ന സമയത്ത് ആ ഒരു കത്തിയിലാവട്ടെ കയ്യിലാവട്ടെ ഒരു വഴുവഴുപ്പൊക്കെ വന്നിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാറുണ്ട്. അപ്പോൾ ആ വഴുവഴുപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഹാഫ് ലെമൺ ആണ് കേട്ടോ. അത് ഇനി നമ്മൾ ആ ഒരു കത്തിയിലേക്ക് തേച്ച് കൊടുക്കാം. ലെമൺ അല്ലെങ്കിൽ വിനാഗിരി ആയാലും മതിയാകും. വിനാഗിരിയുടെ ആ ഒരു സ്മെല്ലൊന്നും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ലെമൺ തേച്ച് കൊടുത്താൽ മതിയാകും. ഇനി ആ ഒരു കത്തി വെച്ചിട്ട് നമ്മൾ വെണ്ടക്ക അരിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കത്തിയിലേക്ക് ആ വെണ്ടക്ക ഒട്ടിപ്പിടിക്കത്തേ ഇല്ല. കണ്ടോ, നല്ല രീതിയിൽ തന്നെ ഇത് നമുക്ക് സ്മൂത്തായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് പറയുന്ന ടിപ്പ്, നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കത്രിക, ഇപ്പം മീൻ വെട്ടുന്ന കത്രികയാവട്ടെ അല്ല സ്റ്റേഷനറി കത്രികയാവട്ടെ, അതിൻ്റെയൊക്കെ മൂർച്ച പോകുമ്പോൾ അതിന് വേണ്ടിയിട്ട് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത്. മിക്കവർക്കും അറിയാവുന്ന ഒരു ടിപ്പ് തന്നെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഒഴിഞ്ഞ അല്ലെങ്കിൽ വേസ്റ്റായ ഒരു ടാബ്ലറ്റിൻ്റെ കവറാണ്. ആ കവറിലേക്ക് നമ്മൾ ഇത് കത്രിക വെച്ചിട്ട് പതുക്കെ പതുക്കെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പോയ മൂർച്ച കത്രികയുടെ തിരികെ കിട്ടുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ. മൂർച്ച പോയ കത്രികയൊന്നും ഇനി നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ടില്ല. ഇതുപോലെ ഒഴിഞ്ഞ ടാബ്ലറ്റ് കവറോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലോ ഉണ്ടെങ്കിൽ ഇതുപോലെ വെട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂർച്ച തിരികെ കിട്ടുന്നതാണ്. കണ്ടോ, ഇതുപോലെ വെട്ടുമ്പോൾ ആ മൂർച്ച പതിയെ പതിയെ വരുന്നത് കണ്ടോ. ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കത്രികയുടെ മൂർച്ച തിരികെ കിട്ടും. അടുത്തതായിട്ട് പറയുന്നത് ടിപ്പല്ല, ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ തന്നെ യൂസ്ഫുള്ളായ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അരിഷ്ടമാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് 1 കിലോ മുന്തിരിയുടെ അളവിനാണെന്നുണ്ടെങ്കിൽ 1 കിലോ ശർക്കര കൂടി ചേർത്തിട്ട്, അതായത് മുന്തിരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെള്ള അംശമൊക്കെ നമ്മൾ തുടച്ച് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു കുപ്പിയിൽ ഇട്ട് വയ്ക്കുക. കുപ്പിയിലിട്ടിട്ട് അതേ അളവിൽ തന്നെ ശർക്കര കൂടി ചേർത്തിട്ട് 11 ദിവസം നമ്മൾ ഉറക്കാതെ തന്നെ 11 ദിവസം വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് എടുത്തു വെച്ചിട്ട് 11ാമത്തെ ദിവസം നോക്കൂ, ഇതുപോലെ നമുക്ക് കിട്ടുന്നതാണ്. ഞാനപ്പോൾ ആദ്യത്തെ ആ ഒരു പ്രോസസ്സിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു 2 കിലോ മുന്തിരി നമ്മളിതുപോലെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ 11ാമത്തെ ദിവസമാണ്. ഇനി അത് നമ്മൾ അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളിലും മുതിർന്നവരിലൊക്കെ ഉണ്ടാകുന്ന വിശപ്പില്ലായ്മ, രക്തക്കുറവ്, ഇതിനെല്ലാം നല്ലൊരു ഔഷധം തന്നെയാണിത്. ഇത് കഴിക്കേണ്ടതിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് ശേഷം 1 ടീസ്പൂൺ വീതമാണ് കഴിക്കേണ്ടത്. അപ്പോൾ മുന്തിരി ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഒരു പിടി മുന്തിരി നമ്മൾ കുപ്പിയിലേക്ക് ഇട്ടതിന് ശേഷം 1 പിടി ശർക്കര ഇടുക, അതിനുശേഷം വീണ്ടും മുന്തിരി ഇടുക, പിന്നെ ശർക്കര ഇടുക. അങ്ങനെ ലെയറായിട്ട് വേണം നമ്മൾ ഇതിലേക്ക് മുന്തിരിയും ശർക്കരയും ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ 11 ദിവസം നമ്മൾ ഇത് അനക്കാതെ തുറക്കാതെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് അരിഷ്ടം ആയി കിട്ടുന്നതാണ്. മുന്തിരി ഇട്ട് സൂക്ഷിക്കാൻ ഗ്ലാസ് ജാറുകൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഏകദേശം 1.5 കിലോ മുന്തിരിയിൽ നിന്ന് മുന്തിരിയും ശർക്കരയും മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക്
ഏകദേശം ഒരു ലിറ്ററോളം അരിഷ്ടം ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഈ ഒരു വേസ്റ്റായിട്ട് നമ്മൾ കളയേണ്ടതില്ല. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത്, ശർക്കരയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വീണ്ടും മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസായിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീട്ടിലുള്ള മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഒരുപോലെ ഉപകാരപ്പെടുന്ന വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അരിഷ്ടം തന്നെയാണിത്. അടുത്തതായി ഞാൻ പറയുന്ന ടിപ്പ്, നമ്മൾ വീട്ടിൽ സാധാരണ സ്ഥിരമായി യൂസ് ചെയ്യുന്ന സ്റ്റീൽ പ്ലേറ്റുകളാവട്ടെ പാത്രങ്ങളാവട്ടെ നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഓട്ടയൊക്കെ വന്നിട്ട് പെട്ടെന്ന് ലീക്ക് ആവാറുണ്ട്. അപ്പോൾ ആ ലീക്കൊക്കെ മാറ്റിയിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അടുക്കളയിലുള്ള ഒരു സിമ്പിൾ സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് ആ ലീക്കൊക്കെ മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഈ ഒരു പാത്രത്തിൽ നല്ലപോലെ ലീക്ക് ഉണ്ട് കേട്ടോ. ഞാനിതൊരു വെളിച്ചത്തിലൊന്ന് കാണിച്ചു തരാം, അപ്പോൾ ശരിക്കും മനസ്സിലാവും എത്രമാത്രം ലീക്ക് ഉണ്ട് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കൂടി കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ടും അത് മാത്രമല്ല ഈ ഒരു സൈഡിലും ആയിട്ടും കണ്ടോ ലീക്ക് ഉണ്ട്. വെളിച്ചം അതിൻ്റെ ഇടയിൽ കൂടി വരുന്നത് കണ്ടോ. അപ്പോൾ ഈ ഒരു ലീക്കാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. ഇത് മാത്രമല്ല ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒരു തുണി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ ലീക്കുള്ള പാത്രം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം എത്രമാത്രം ലീക്ക് ഉണ്ടെന്നുള്ളത്. കണ്ടോ, വെള്ളം ഇതുപോലെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയി നല്ല പോലെ തന്നെ ലീക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു പാത്രത്തിന്. അപ്പോൾ നമുക്ക് ആ ലീക്ക് മാറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരല്പം വെള്ളമാണ്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പപ്പടം കണ്ടോ, ഒരു പപ്പടം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കുതിരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ആ കുതിർന്ന പപ്പടമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ നനഞ്ഞ പപ്പടം നമ്മുടെ ലീക്കുള്ള ആ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ലീക്കുള്ള ഭാഗത്ത് നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ലീക്കുള്ള ഭാഗത്ത് നന്നായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഉരച്ച് ആ ഒരു ലീക്ക് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉണങ്ങാനായിട്ട് വെക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇത് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ലീക്കുള്ള പാത്രങ്ങൾ, അലുമിനിയം പാത്രം ആവട്ടെ, സ്റ്റീൽ പാത്രങ്ങൾ, പ്ലേറ്റുകൾ, ടിഫിൻ ബോക്സുകൾ, ഇതെല്ലാം നമുക്കിതുപോലെ ലീക്ക് മാറ്റിയെടുക്കാൻ കഴിയും. മാത്രമല്ല അതുപോലെ ആ ഒരു തൽക്കാല ഉപയോഗത്തിനൊക്കെ നമുക്കിത് ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ പഴയ സ്റ്റീൽ പാത്രങ്ങൾ, ഇതുപോലെ തുളയൊക്കെ വന്നിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ വീടുകളിൽ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇത് നമ്മൾ വലിച്ചെറിയോ, ഇല്ലെങ്കിൽ ഇത് നമ്മൾ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ടാവാം അല്ലേ. അപ്പോൾ ഇനി ഇതുപോലെ ലീക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പപ്പടം അല്ലെങ്കിൽ ഒരു പീസ് പപ്പടത്തിൻ്റെ ആവശ്യമുള്ളൂ. നമുക്കിതുപോലെ ലീക്ക് മാറ്റിയെടുത്തിട്ട് വീണ്ടും അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇതുപോലെ ചെയ്ത ഒരു പാത്രം കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പാത്രം ഞാൻ ഇതുപോലെ രാവിലെ ചെയ്ത് വെച്ചതാണ്. ഈ ഒരു ക്രാക്ക് ഞാൻ ഈ ഒരു പപ്പടം വെച്ചിട്ട് അടച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല ലീക്ക് തന്നെ ഉണ്ടായിരുന്നതാട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ഞാനൊരു തുണി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഈ ഒരു സ്റ്റീൽ പാത്രം എടുത്ത് വയ്ക്കാം. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് ഞാൻ കുറച്ച് നേരം അങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. അടിഭാഗത്ത് തന്നെയായിട്ടായിരുന്നു ആ ലീക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു ലീക്ക് ഭാഗം കണ്ടില്ലേ. ഇനി നമുക്ക് ആ കലമൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. കണ്ടോ, തീരെ തന്നെ ലീക്കില്ല. അപ്പോൾ ആ ലീക്ക് നമ്മൾ ഈ ഒരു പപ്പടം വെച്ചിട്ട് അടച്ചത് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ആ സ്റ്റീൽ പാത്രം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ലീക്കൊക്കെ സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്.
അത് കണ്ടോ, തീരെ തന്നെ വെള്ളം ലീക്കാകാത്ത രീതിയിൽ അത് നല്ലപോലെ സീലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഡെയിലി യൂസ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഈ പാത്രം. ഒരുപാട് പേർക്ക് ഈ ഒരു ടിപ്പ് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ ഫ്രണ്ട്സ്. അതുപോലെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.